പാണ്ഡ്യാല ഷാജി, നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ്. ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാധാരണ CPM എന്നൊരു പാർട്ടി ഏറ്റവും ഗൗരവതരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ജനകീയം എന്ന വാക്കാണ് ഏറ്റവും ഗൗരവതരമായി ഉപയോഗിച്ചത്. ഒരു പാർട്ടിയുടെ റവല്യൂഷനെ കുറിച്ച് പോലും പറഞ്ഞത് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ പറയുന്ന സങ്കല്പത്തിൽ ഇത് മാറിയെന്നായിത്തീർന്നോ? അത് കേവലം വികസനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സാധനത്തെ മാറ്റിയെന്നുള്ളതാണ്. അതിന്റെ മേലെയാണ് ഈ കേരളത്തിൽ കിഫ്ബി എന്നൊരു സാധനം ഉണ്ടാക്കിയത്. കാരണം ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്ഥാപനം ഉണ്ടാക്കി കേരളത്തെ മുച്ചൂട് മുടിച്ച് കേരളത്തെ മുഴുവൻ ആളുകളെയും നിരാലംബമാക്കുന്ന പുതിയ ഒരു തട്ടിപ്പ് സംഘം. ആ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായാണ് 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് നടക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അത് ട്രേഡ് യൂണിയൻ നിർവീര്യവൽക്കരണമാണ്. രണ്ടാമത് വരുന്നു ഐഡിയോളജിയുടെ നിർവീര്യവൽക്കരണമാണ്. മൂന്നാമത് വരുന്നു ഈ ജനങ്ങളെ മുഴുവൻ തന്നെ നിരാധാരമാക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ നിർവീര്യവൽക്കരണം കൂടി ആയതോടെ കേരളം സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കുകയും അതിന്റെ അമരക്കാരനായി ഒരു പിണറായിക്കാരനായിരിക്കുന്ന ആൾ തന്നെ വന്നു വന്നത് വാസ്തവത്തിൽ കേരളീയ മനുഷ്യന്മാർക്ക് ലജ്ജിക്കുക. അത് മാത്രമാണ് വാസ്തവത്തിൽ നമുക്ക് കേരളീയ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് ബലദേവ് ഒരു കാര്യം മാത്രം ഞാൻ ബലദേവിനോട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും ഇതുപോലെ കഴപ്പണം കെട്ടിയ ആളുകളെ ദേവി ചെയ്ത് ന്യായീകരിക്കരുത് മിസ്റ്റർ കോമ്രേഡ് ബലദേവ്. ഒരിക്കലും ന്യായീകരിക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ന്യായീകരിക്കുന്നതിന്റെ ഗതികേട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ അതിനകത്ത് ശരിയില്ലേ എന്ന് പലരും സംശയിച്ചു പോകും. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെ ആളുകൾ ഇങ്ങനെ പറയേണ്ടവരാണോ എന്ന് തിരിച്ചു ആലോചിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിനർത്ഥം എന്താണെന്നറിയോ? എന്റെ വീട്ടിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു രമിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിയെ പിറകിൽ നിന്ന് വലിച്ചിറക്കിയിട്ടാണ് കൊന്നുകളഞ്ഞത്. ഗർഭിണിയായ തന്റെ പെങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന സംഭവമാണ് അറുത്ത് കളഞ്ഞത്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക്. എന്റെ വീട്ടിന്റെ ആ വഴിയിലൂടെ പോയിരിക്കുന്ന ഒരു 7 മാസം മുമ്പ് അടിക്കുന്ന ഒരു ടൈഫൂൺ ഉണ്ടായിരുന്നു. ആ ടൈഫൂണിന്റെ ഭാഗമായി ഇവിടെ വെണ്ടിട്ടായി എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഒരു വീടിന്റെ മേൽക്കൂര മൊത്തം പറന്നുപോയി. അതിൽ ഇന്നേ വരെ 5 നയാ പൈസ കൊടുത്തില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന വാർത്തയാണത്. അറിയോ നിങ്ങൾ? പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്താ ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ, വീട്ടിനടുത്തല്ലേ അത്? ഇതുപോലും ശ്രദ്ധിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി തീരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഈ ഉദ്യോഗസ്ഥനും ഒരു ധിക്കാരമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ അടുപ്പക്കാരനാണ്, അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ ചെയ്തു തരില്ല എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ മകൻ, ഈ പറയുന്ന സ്ത്രീയുടെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ സ്ത്രീയുടെ മകൻ എന്താന്ന് പറഞ്ഞാൽ CPM കാരനല്ല, കോൺഗ്രസും അല്ല. അതാണ് ഞാനത് പറഞ്ഞ് പറ്റി കൊളാക്കണ്ടാന്നുകൊണ്ടാണ്. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായപ്പോൾ ഒരു പൗരന് കിട്ടേണ്ടിയിരിക്കുന്ന അവകാശം, ഈ അവകാശം പോലും നിഷേധിക്കുന്ന ഒരു ഗവേണൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അത് സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് മനുഷ്യരെ ജീവിക്കാനുള്ള അവകാശം, സ്വതന്ത്രമായി പറയാനുള്ള അവകാശം, സമരം ചെയ്യാനുള്ള ഈ അവകാശത്തെ ഇതേ കടപ്പണം കെട്ട പോലീസിന് ഉപയോഗിച്ച് നിയന്ത്രിച്ച് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ തൂത്തെറിയുക എന്ന് പറയുന്നത് നിങ്ങളും ഞാനും നിൽക്കുന്ന നമ്മളുടെ പൊതു ഉത്തരവാദിത്തമായി മാറുക എന്നിടത്താണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതാണ് വാസ്തവത്തിൽ ജനകീയമായ സംഭവം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ അവസാന വാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിസ്റ്റർ നമ്പ്യാർ.